അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, നാം ജപമാല മാസത്തിലേക്ക് പ്രവേശിച്ചല്ലോ. ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള എന്റെ ഒരു കൂട്ടുകാരിയെ കുറിച്ചാണ്. മുസ്ലിമും ഹിന്ദു സഹോദരങ്ങളും ഒത്തുചേർന്നിരുന്ന ഈ പ്രദേശത്ത് വളരെ കുറച്ച് ക്രിസ്ത്യാനികളെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഞാൻ പഠിച്ചിരുന്ന പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലും. എന്റെ ഈ കൂട്ടുകാരി സ്കൂളിലേക്ക് വരുമ്പോൾ കൊന്ത കരുതിയിരുന്നു. ഈ കൊന്ത കണ്ട് മറ്റു മതസ്ഥരായ എന്റെ കൂട്ടുകാർ ഇത് എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അവൻ നൽകിയ മറുപടി ഇങ്ങനെയാണ്: ഞാൻ ഒറ്റയ്ക്കാണ് 1.5 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിൽ നിന്നും വീട്ടിലേക്കും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും പോകുന്നത്. കൊന്ത എന്ന് പറയുന്നത് എന്റെ അമ്മയാണ്. എന്റെ അമ്മയുടെ കൈ പിടിച്ചാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. ഒരമ്മയുടെ സംരക്ഷണമാണ് കൊന്തയിലൂടെ എനിക്ക് ലഭിക്കുന്നത്. ഒരു ഭയവും കൂടാതെ സഞ്ചരിക്കാൻ ഈ കൊന്ത എന്നെ സഹായിക്കുന്നു. അന്ന് എന്റെ ഈ പ്രിയ കൂട്ടുകാരി പറഞ്ഞ ഈ മറുപടി ഞാൻ എന്നും ഓർമ്മിക്കുന്നു. പള്ളിയിലേക്ക് വരുമ്പോഴും മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് വരുമ്പോഴും അവൾ കൊന്ത കരുതിയിരുന്നു. പ്രവർത്തനങ്ങളുടെ ഇടവേളയിൽ അവൾ കൊന്ത ചൊല്ലിയിരുന്നു. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ജപമാലയുടെ സ്ഥാനം എന്താണ്? മറിയ ഭക്തിയിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല ജപമാല. മറിയം വഴി ഈശോയിലേക്ക് എത്തിച്ചേരാനുള്ള വഴികാട്ടിയാണ് ജപമാല. നമ്മുടെ ഇടവകയിലുള്ള ജപമാല മഹോത്സവത്തിൽ പങ്കുചേർന്നു നമ്മുടെ വീട്ടിൽ നടത്തുന്ന സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയും നമുക്ക് മറിയം വഴി ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാം. മാതാവിന്റെ സംരക്ഷണം നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. നന്ദി. അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ.